ഗണേഷ് കുമാർ സാറിനോടൊപ്പം നല്ല അടുപ്പം പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ, നല്ല അടുത്ത ബന്ധമുള്ളപ്പോഴും തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, തിരികെ മന്ത്രിയാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നും പെണ്ണ് കേസിൽ പ്രതിയാക്കുമെന്നുമൊക്കെ അദ്ദേഹം നമ്മുടെ മുഖതാവിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും നമ്മളൊന്നും തന്നെ തിരികെ പറയുമായിരുന്നില്ല. ഇദ്ദേഹം തിരികെ മന്ത്രിസഭയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുമാണ് ഞാൻ. സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, സോളാർ കമ്മീഷൻ്റെ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ അറിയാൻ കഴിഞ്ഞത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിനെയും അതുപോലെ തന്നെ UDF നേതാക്കന്മാരെയും ലൈംഗിക ആരോപണത്തിൽ പെടുത്തിയിരിക്കുന്നു, ലൈംഗിക കേസുകളിൽ പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത്, ഇദ്ദേഹം അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെയൊക്കെ പെണ്ണുകേസിൽ പെടുത്തുമെന്നും ഇവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞതിൻ്റെ പൊരുളഴിയുന്നത്. ഇതൊരു വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലുള്ള കേസായതിനാൽ വളരെ കൂടുതലായി ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ പറയേണ്ടുന്ന സാഹചര്യങ്ങളിൽ സമയങ്ങളിൽ കൃത്യമായി വിവരങ്ങൾ പുറത്തു പറയുക തന്നെ. നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു സോളാർ കേസ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ താഴെയിറക്കുന്നതിന് വേണ്ടി ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇന്നത്തെ KSRTC വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറും സോളാർ സരിതയും ചേർന്ന് നടത്തിയ ചില നാടകങ്ങളുടെ ഫലമായി തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ചില ലൈംഗിക ആരോപണ കേസുകൾ സരിത ഉയർത്തിയത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിലംപതിക്കുന്നതും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സ്ഥാനാരോഹണം ചെയ്യുന്നതുമാണ് കണ്ടത്. മൺമറഞ്ഞ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സദാചാര വിശുദ്ധിയുടെ ആൾരൂപമായി തന്നെയാണ് ഇന്നും രാഷ്ട്രീയ എതിരാളികൾ വരെ ഉമ്മൻചാണ്ടിയെ കണക്കിലെടുക്കുന്നത്. ആ ഉമ്മൻചാണ്ടിയെ വ്യക്തി ഹത്യ ചെയ്യുന്നതിന് വേണ്ടി, തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇല്ലാത്ത ലൈംഗിക ആരോപണങ്ങളുമായി KB ഗണേഷ് കുമാർ രംഗപ്രവേശനം ചെയ്തത്. അങ്ങനെ സരിത എന്ന യുവതിയെ ഇറക്കിക്കൊണ്ട്, സോളാർ വനിതയെ ഇറക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അതിനിഗൂഢമായ ജുഗുപ്സാവഹമായ ഒരു ലൈംഗിക പീഡന കേസ് ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മനും പ്രസ്താവിച്ചത്. എന്നാൽ KB ഗണേഷ് കുമാർ ഒരു മാധ്യമത്തിലൂടെ തന്നെ ചാണ്ടി ഉമ്മനെതിരെ അതിശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും എന്നാണ് അന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഗണേഷ് കുമാറിന്റെ തന്നെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിൽ അതീവ രഹസ്യമായ ചില മൊഴികൾ കൊടുത്തിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ KB ഗണേഷ് കുമാർ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടുവന്ന കേസാണ് സോളാർ സരിത ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളത് മനഃപൂർവ്വം KB ഗണേഷ് കുമാർ ഉണ്ടാക്കിയ കേസ് തന്നെയാണ് എന്ന് സുധീർ മലയിൽ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി കൊടുത്തിരിക്കുന്നു. അതിനുശേഷം സുധീർ മലയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം കൃത്യമായി വെളിവാക്കിയിരിക്കുന്നു. കോടതിയുടെ മുന്നിൽ കൊടുത്ത മൊഴിയായതിന്റെ പേരിൽ ഇപ്പോൾ കൃത്യമായി അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ആവശ്യമായ സമയത്ത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും നടത്തും എന്ന് തന്നെയാണ് സുധീർ മലയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി, തന്റെ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി 2013 KB ഗണേഷ് കുമാറിന്റെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ഗാർഹിക പീഡനത്തിന് KB ഗണേഷ് കുമാറിനെതിരെ പരാതി കൊടുക്കുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ KB ഗണേഷ് കുമാറിനെ പോലൊരു മന്ത്രിയെ ഇനി തങ്ങൾക്ക് വേണ്ട എന്ന് കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായിരുന്ന KB ഗണേഷ് കുമാറിന്റെ പിതാവായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ബാലകൃഷ്ണ പിള്ള തന്നെ ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകുന്നു. എന്നാൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. എന്നാൽ കേസ് തീർന്നതിന് ശേഷം വീണ്ടും മന്ത്രിസഭയിലേക്ക് KB ഗണേഷ് കുമാറിനെ പ്രവേശിപ്പിക്കുവാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. അതിന്റെ വൈരാഗ്യത്തിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇങ്ങനെയൊരു സ്ത്രീപീഡന കേസ് ഞാൻ ഉണ്ടാക്കും, UDF നേതാക്കൾക്കെതിരെ ഒരു സ്ത്രീപീഡന കേസ് ഉണ്ടാക്കും എന്ന് KB ഗണേഷ് കുമാർ തന്റെ അടുത്ത് പറഞ്ഞിരുന്നതായി സുധീർ മലയിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. KB ഗണേഷ് കുമാർ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് പറഞ്ഞതാണ്. ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് KB ഗണേഷ് കുമാർ തന്നെയാണ് എന്ന് സുധീർ മലയിൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. 2013 ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ എത്രയും സത്യമായി ഭവിച്ചത് പിന്നീടാണ് താൻ അത് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ താൻ തയ്യാറാണ്. കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന വിഷയമായതിന്റെ പേരിൽ ഇനി ഇതിൽ കൂടുതൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല. കോടതിയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ അപ്പോൾ താൻ പറയും എന്ന് തന്നെയാണ് പറഞ്ഞത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിതയുടെ 18 പേജുള്ള
ആ ഒരു കത്തിൽ വീണ്ടും 4 പേജുകൾ കൂട്ടിച്ചേർത്തത് KB ഗണേഷ് കുമാർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ സുധീർ മലയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും പ്രക്ഷുബ്ധമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സോളാർ കേസ് വീണ്ടും വഴിത്തിരിവായി മാറുന്നു, വീണ്ടും കോളിളക്കം സൃഷ്ടിക്കുന്നു. വയ്യാതെ കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന സോളാർ സരിതയെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഈ കേസ് ചെന്നു ചേരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് സംജാതമായ സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും സോളാർ വിഷയം കത്തിപ്പടരുന്നു. KB ഗണേഷ് കുമാർ ഈ സോളാർ അഗ്നിയിൽ വീണ്ടും കത്തിച്ചാമ്പലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് സുധീർ മലയിൽ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത മൊഴികൾ വലിയ കോളിളക്കം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഇനി എന്ത് തന്നെ നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സുധീർ മലയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ KB ഗണേഷ് കുമാറിനെതിരെ നൽകിയ ചില വെളിപ്പെടുത്തലുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഗണേഷ് കുമാർ സാറിനോടൊപ്പം നല്ല അടുപ്പം പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ, നല്ല അടുത്ത ബന്ധമുള്ളപ്പോഴും തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, തിരികെ മന്ത്രിയാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നും പെണ്ണ് കേസിൽ പ്രതിയാക്കുമെന്നുമൊക്കെ അദ്ദേഹം നമ്മുടെ മുഖതാവിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും നമ്മളൊന്നും തന്നെ തിരികെ പറയുമായിരുന്നില്ല. ഇദ്ദേഹം തിരികെ മന്ത്രിസഭയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുമാണ് ഞാൻ. സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, സോളാർ കമ്മീഷൻ്റെ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ അറിയാൻ കഴിഞ്ഞത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിനെയും അതുപോലെ തന്നെ UDF നേതാക്കന്മാരെയും ലൈംഗിക ആരോപണത്തിൽ പെടുത്തിയിരിക്കുന്നു, ലൈംഗിക കേസുകളിൽ പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത്, ഇദ്ദേഹം അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെയൊക്കെ പെണ്ണുകേസിൽ പെടുത്തുമെന്നും ഇവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞതിൻ്റെ പൊരുളഴിയുന്നത്. ഇതൊരു വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലുള്ള കേസായതിനാൽ വളരെ കൂടുതലായി ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ പറയേണ്ടുന്ന സാഹചര്യങ്ങളിൽ സമയങ്ങളിൽ കൃത്യമായി വിവരങ്ങൾ പുറത്തു പറയുക തന്നെ ചെയ്യും.